ശ്യാമസുന്ദര കേരകേദാര ഭൂമി. ഒരു കാലത്ത് കേരളത്തിന്റെ മുഖമുദ്ര എന്നത് ഇതുപോലെ പച്ചപ്പ് നിറഞ്ഞ പാടങ്ങൾ, നെൽപ്പാടങ്ങൾ, ഒന്നിച്ച് ഞാറ് നടുന്നത്, ഞാറ് കൊയ്യുന്നത്, അതുമാത്രമല്ല ഒരുപാട് ഗ്രാമീണത തുളുമ്പി നിൽക്കുന്ന ഒരുപാട് തോട്, അതുപോലെ തന്നെ നദികൾ, അങ്ങനെ അങ്ങനെ നമ്മുടെ കേരളത്തിൻ്റെതായിട്ടുള്ള മുഖമുദ്രയായിട്ട് ഒരുപാട് പച്ചപ്പുകൾ ഉണ്ടായിരുന്നു. പക്ഷേ പിന്നീട് അങ്ങോട്ട് പോകും തോറും ഈ നെൽപ്പാടങ്ങൾ നികത്തപ്പെട്ടു, അവിടെ കെട്ടിടങ്ങൾ വന്നു, ആ ഒരു ഗ്രാമീണതയും ആ ഒരു കൃഷിയും ഒക്കെ അകന്നു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. കേരളത്തിന്റെ മുഖമുദ്രയായ കൃഷി അത് ഒരുപാട് നമ്മളിൽ നിന്ന് അന്യം നിന്ന് പോയി, അല്ലെ? അപ്പോൾ ഈ ഓണക്കാലത്ത്, അതായത് 2025 ഓണം ആഘോഷിക്കുന്ന മലയാളികൾക്ക്, മലയാളി വാർത്തയുടെ പ്രിയ പ്രേക്ഷകർക്ക് ഞങ്ങൾക്ക് നൽകാവുന്ന ഏറ്റവും നല്ലൊരു ഓണ സമ്മാനം ഈ ദൃശ്യ മനോഹരിത തന്നെയാണ്. അതായത് ഈ ഒരു കാഴ്ച, അതായത് ഈ പച്ചപ്പ് നിറഞ്ഞു നിൽക്കുന്ന നെൽപ്പാടം, ഈ ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നത് തിരുവനന്തപുരം പിരപ്പമൻകോടാണ്. തീർച്ചയായിട്ടും ഒരു കൂട്ടം ആൾക്കാരുടെ അധ്വാനമാണ് ഇവിടെ വലിയൊരു ഏക്കർ കണക്കിന് ഭൂമിയിൽ ഇങ്ങനെ പച്ചപ്പ് നിറഞ്ഞു നിൽക്കുന്ന ഈ നെൽകൃഷി എന്ന് പറയുന്നത് ഒരു കൂട്ടം ആൾക്കാരുടെ ഒരു അധ്വാന ഫലമാണ്. അപ്പോൾ ഇത്രയും മനോഹരമായ ഒരു കാഴ്ച തീർച്ചയായിട്ടും നമ്മൾ മലയാളികൾക്ക് അത് വലിയൊരു സന്തോഷം തന്നെയായിരിക്കും, അല്ലെ? നമ്മുടെ മനസ്സിനെ നിറയ്ക്കുന്ന, കണ്ണിന് വലിയൊരു കുളിർമ നൽകുന്ന ഈ ഓണം നമുക്ക് ആ കൃഷിയൊന്നും ഇപ്പോഴും അവസാനിച്ചിട്ടില്ല, ആ കൃഷി ഉണ്ട്, അല്ലെങ്കിൽ നമ്മുടെ പണ്ടത്തെ ആ ഒരു നമ്മുടെ ഒരു മുഖമുദ്ര ഇപ്പോഴും നമുക്ക് അന്യം നിന്ന് പോയിട്ടില്ല എന്ന് നമുക്ക് പറയാവുന്ന ഒരു കാര്യമായിട്ട് ഇത് മാറുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ മനോഹരമായ കാഴ്ച നമുക്ക് സമ്മാനിക്കുന്ന ഈ സ്ഥലത്തേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും വരാവുന്നതാണ്. തിരുവനന്തപുരത്തുകാർക്കും അതുപോലെ തന്നെ മറ്റു ജില്ലകളിലുള്ള എല്ലാവർക്കും ഈ ഒരു പ്രദേശത്തേക്ക് വരാവുന്നതാണ്. വളരെ അധ്വാനം ഉണ്ട് ഈ ഒരു കൃഷിക്ക്. പിന്നെ നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാലേ, ഇത്രയും വലിയൊരു ഏക്കർ കണക്കിന് കൃഷിയൊക്കെ, അതിന് പിന്നിൽ അധ്വാനത്തിന്റെ ഫലം, ഒരുപാട് പേരുടെ വിയർപ്പിന്റെ ഫലമാണ് ഇത് ഇങ്ങനെ പൂത്തു നിൽക്കുന്നത്, വിളഞ്ഞു നിൽക്കുന്നത് എന്ന് നമുക്കറിയാവുന്നതാണ്. തീർച്ചയായിട്ടും യന്ത്രവൽകൃതമായിട്ടാണ് ഇവിടെ ഈ ഒരു കൃഷി ചെയ്യുന്നത്. ഞാറ് നടുന്നു, അതിന് വേണ്ട പരിപാലനം നൽകുന്നു, മാത്രമല്ല വളം നൽകുന്നു, അതിനുശേഷം ഞാറ് കൊയ്യുന്നു. യന്ത്രത്തിന്റെ സഹായത്തോടെയാണ് ഇത്രയും വലിയ കൃഷി ചെയ്യുന്നത് എന്ന് തന്നെയാണ് ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നവരൊക്കെ നമ്മളോട് പ്രതികരിച്ചിരിക്കുന്നത്. ഈ ഒരു സ്ഥലം ഇപ്പോൾ യുവതലമുറയ്ക്കൊക്കെ ഇത് വലിയൊരു പുതിയ കാഴ്ചയായിട്ട് മാറും. കാരണം കൃഷി എന്താണ്, നെൽപ്പാടം എന്താണ് എന്ന് അറിയാതെ വളരുന്ന ഒരുപാട് തലമുറകൾക്ക് ഇതാണ് ഒരു കാലത്ത് കേരളത്തിൽ ഉണ്ടായിരുന്ന ഒരു കൃഷി, അല്ലെങ്കിൽ നെൽപ്പാടങ്ങൾ ഇങ്ങനെയായിരുന്നു പണ്ട് കേരളത്തിൽ ഉണ്ടായിരുന്നതെന്ന് പുതിയ തലമുറയോട്, പഴയ തലമുറയ്ക്ക് വിളിച്ചോതാവുന്ന, അല്ലെങ്കിൽ മാതൃകയായിട്ട് കാണിച്ചു കൊടുക്കാവുന്ന ഒരു സ്ഥലം കൂടിയായിട്ട് ഇത് ഒരു സ്മാരകം എന്ന് വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാം. അങ്ങനെ ഇത് നിലനിൽക്കുകയാണ്. തീർച്ചയായിട്ടും കൃഷിയൊന്നും അന്യം നിന്ന് പോയിട്ടില്ല എന്ന് പുതിയ തലമുറയോട് വിളിച്ചു പറയാവുന്ന, അതിനൊരു മാതൃകയായിട്ട് ചൂണ്ടിക്കാട്ടാവുന്ന ഒരു സ്ഥലം കൂടിയായി ഇത് മാറിയിരിക്കുകയാണ്. മാത്രമല്ല ഇവിടെ നമുക്ക് ഒരുപാട് ഫോട്ടോഷൂട്ടിനൊക്കെ പറ്റിയ സ്ഥലമാണ്. ഒരുപാട് പേര്, യുവതലമുറ ഇവിടേക്ക് അടുക്കുന്നത് ഫോട്ടോഷൂട്ട് നടത്തുക, അല്ലെങ്കിൽ ഇത്രയും ഒരു പച്ചപ്പ് നിറഞ്ഞ സ്ഥലത്ത് ബാക്ക്ഗ്രൗണ്ട് ആക്കി നിന്ന് നല്ല ചിത്രങ്ങൾ എടുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് യുവതലമുറ പലരും ഇവിടേക്ക് വരുന്നത്. അങ്ങനെയെങ്കിലും കൃഷിപ്പാടം അവർ കാണട്ടെ എന്ന് തന്നെയാണ് മറ്റൊരു ലക്ഷ്യം. മാത്രമല്ല ഈ ഒരു കൃഷിപ്പാടം, അല്ലെങ്കിൽ ഇത്തരത്തിലൊരു പാടശേഖരം ചെയ്തതിന്റെ പിന്നിൽ, ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നവർക്ക് കൃത്യമായ ലക്ഷ്യമുണ്ട്. ഈ ഒരു ഇവിടെ നിന്ന് കൊയ്യുന്ന നെല്ലെല്ലാം അത് വിപണിയിലും അവർ എത്തിക്കുന്നുണ്ട്. ആ ഒരു വിപണിയും അവർക്ക് വേണ്ടി തുറക്കപ്പെട്ടിട്ടുണ്ട്. അപ്പൊ എന്തായാലും ഈ ഒരു ഓണക്കാലത്ത് ഇത്രയും വലിയൊരു മനോഹരമായ കാഴ്ച അത് നമ്മൾ തിരുവനന്തപുരംകാർക്ക് മാത്രമല്ല കേരളത്തിന് ഒന്നാകെ അഭിമാനിക്കാം. ഈ ഒരു നെൽപ്പാടത്തിൽ ഒരിക്കൽ കൂടി സ്ഥലം പറയാണ്, തിരുവനന്തപുരം പിരപ്പമൻകോടുള്ള ഇടയ്ക്കോട് എന്ന സ്ഥലത്താണ് ഇത്രയും വലിയൊരു പാടശേഖരം നമുക്ക് വേണ്ടിയിട്ട് ഒരുക്കിയിരിക്കുന്നത്. പിരപ്പമൻകാട് സൗഹൃദ സംഘം ഈ പാടശേഖരത്തിന് ഒത്ത നടുവിൽ ഒരു ഏറുമാടവും കൂടി ഇവിടെ വരുന്നവർക്കായിട്ട് ഒരുക്കിയിട്ടുണ്ട്. ഏറുമാടം തീർച്ചയായിട്ടും അതൊരു
വ്യത്യസ്തമായിട്ടുള്ള ഒരു കാഴ്ച തന്നെയാണ്. അതുപോലെ തന്നെ ഇതിന് മുകളിലുള്ള കാഴ്ച അതിനെക്കാട്ടും മനോഹരമാണ്. നമുക്ക് പോയി കാണാം. ഏറുമാടം കയറി വരുമ്പോൾ നമ്മളെ കാത്തിരിക്കുന്ന മനോഹരമായ കാഴ്ച ഇതാണ്. കണ്ടില്ലേ, പണ്ടത്തെ ആ ഒരു നെൽപ്പാടം, അതുപോലെ തന്നെ ആ ഒരു പഴയ ഒരു പച്ചപ്പൊക്കെ നമ്മുടെ കണ്ണിനൊരു നവ്യ അനുഭൂതിയാണ് നൽകുന്നത്. വളരെ മനോഹരമായ കാഴ്ചയാണ് നമ്മളിവിടെ കാത്തിരിക്കുന്നത്. പണ്ടത്തെ ആ ഒരു കേരളത്തിന്റെ ഗ്രാമീണ ഭംഗിയിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടുപോകുന്ന അത്രയും മനോഹരമായിട്ടുള്ള ഒരു കാഴ്ച തന്നെയാണ്. അപ്പോൾ എന്തായാലും ഈ ഒരു നെൽപ്പാടത്തിന് പിന്നിൽ പിരപ്പമൺകാട് സൗഹൃദ കൂട്ടായ്മയാണ് ഈ ഒരു കൃഷിപ്പാടത്തിന് പിന്നിൽ പ്രവർത്തിക്കുന്നത്. അപ്പോൾ അവർക്ക് എന്താണ് പറയാനുള്ളത്, അവരുടെ വാക്കുകളിലേക്ക്. പിരപ്പമൺകാട് പാടശേഖര സമിതി ഇത് കഴിഞ്ഞ ഒരു 20 വർഷത്തോളമായി തരിച്ചു കിടന്ന പാടമാണ്. കാട് പിടിച്ചു കിടന്നു. ഇത് നാട്ടുകാരും കൃഷി ചെയ്യാതായി. കൃഷി ചെലവും അതുപോലെ തന്നെ ഈ കൊയ്തെടുക്കുന്നതിനുള്ള ബുദ്ധിമുട്ടും കൊണ്ടാണ് പ്രധാനമായും ഈ കൃഷി ഇവിടെ നിലച്ചു പോയത്. ഇത് ഒരു 3 വർഷത്തിന് മുമ്പ് ഇടയ്ക്കോട് പാടശേഖര സമിതി എന്നുള്ള ഒരു സമിതി ഉണ്ടാക്കി 15ഓളം അംഗങ്ങൾ ഉൾപ്പെട്ട് ഇവിടെ ആദ്യം 50 ഏക്കറിൽ കൃഷി നടത്തി. 50 ഏക്കറിൽ കൃഷി നടത്തി നല്ല വിളവുണ്ടായി. നമ്മൾ വളരെ പ്രതിസന്ധികൾ നേരിട്ടാണ് പിന്നെ അത് കൊണ്ടുവന്നത്. ഇപ്പോൾ ആദ്യത്തെ തവണ നമ്മളിവിടെ കൃഷി ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ആദ്യം ഇത് കീടങ്ങളുടെ ഒരു ശല്യം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഒരു വെള്ളപ്പൊക്കം വന്ന് വിളഞ്ഞു കിടന്ന പാടം മൊത്തം വെള്ളം കയറി. പക്ഷേ നമ്മുടെ ഭാഗ്യത്തിന് ഒറ്റ ദിവസം കൊണ്ട് തന്നെ വെള്ളം ഇറങ്ങി പോവുകയും നമുക്ക് കൃഷിനാശം ഉണ്ടാകാതെ നമുക്കത് രക്ഷപ്പെടാനും കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ നമ്മൾ 72 ഏക്കറിൽ കൃഷി ചെയ്തിട്ടുണ്ട്. 72 ഏക്കറിൽ ഇപ്പോൾ ഒരു വർഷത്തിൽ 2 പ്രാവശ്യമായിട്ടാണ് നമ്മളിവിടെ കൃഷി ചെയ്യുന്നത്. അത് ഇനിയിപ്പോൾ ഇത് ഇനിയിപ്പോൾ ഒരു 1.5 മാസം കഴിയുമ്പം ഇത് കൊയ്യുന്നതിനുള്ള ഒരു കതിര് വന്ന് കൊയ്യുന്നതിനുള്ള ഒരു പാകമായി മാറും. അത് കഴിഞ്ഞിട്ട് വീണ്ടും നമ്മളൊരു കൃഷിയുടെ ഇറക്കും. അങ്ങനെ 2 പ്രാവശ്യമായിട്ടാണ് നമ്മൾ കൃഷി ചെയ്യുന്നത്. ഇപ്പോൾ കൃഷിഭവൻ്റെയും അതുപോലെ സർക്കാരിൻ്റെ എല്ലാം നമുക്ക് സബ്സിഡിയും മറ്റു കാര്യങ്ങളൊക്കെ ലഭിക്കുന്നുണ്ട്. കൃഷി ഇപ്പോൾ നമുക്കിത് ലാഭകരമായിട്ട് കൊണ്ടുപോകാൻ കഴിയുന്നുണ്ട്. ഒരു 500 ചില്ലുവാനം ആൾക്കാരുൾപ്പെട്ട ഒരു സൗഹൃദ സംഘം ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരു ഉപദേശക സമിതിയുണ്ട്. വിവിധ രാഷ്ട്രീയ പാർട്ടികൾ, രാഷ്ട്രീയ ജാതി മത ഭേദമന്യേ എല്ലാവരും ഈ സൗഹൃദ സംഘത്തിലെ അംഗങ്ങളാണ്. അതുപോലെ തന്നെ അമ്പല കമ്മിറ്റികൾ, പള്ളി കമ്മിറ്റികൾ, പിന്നെ സാംസ്കാരിക സംഘടനകൾ, അങ്ങനെയുള്ള നിരവധിയായിട്ടുള്ള സംഘടനകളും സാംസ്കാരിക നായകന്മാരും അതുപോലെ മാധ്യമ പ്രവർത്തകരും എല്ലാവരും വളരെ പ്രോത്സാഹനം തന്നിട്ടുണ്ട് നമുക്ക് ഈ പാടശേഖര സമിതിയും അല്ലെങ്കിൽ ഈ സൗഹൃദ സംഘത്തിന്. ഇപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മുടെ പൂക്കൃഷി ഇവിടെ ചെയ്തിട്ടുള്ളത്. അതുകൂടാതെ ഇവിടെ ഞങ്ങൾ ഒരു വർഷം പിന്നെ വിവിധങ്ങളായ പരിപാടികൾ നടത്തിയിട്ടുണ്ട്. അത് ആദ്യം ഇവിടെ ഇവിടെ ഈ മാമം ആറ് ഉണ്ട്. അതിൻ്റെ സൈഡിൽ കൂടെ നമ്മൾ ആ കാടെല്ലാം മൂടിക്കിടന്ന് സാമൂഹ്യ വിരുദ്ധരുടെ കേന്ദ്രമായിട്ടിരുന്ന ഈ പ്രദേശത്തെ നമ്മൾ സാംസ്കാരികമായിട്ട് നല്ല ഉന്നമനത്തിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി ആ കാടെല്ലാം പറിച്ചു കളഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഒരു വയൽ നടത്തം എന്ന് പറയുന്ന ഒരു പരിപാടി ആദ്യം നമ്മൾ നടത്തി. അതിനുശേഷം നമ്മൾ ഇവിടുത്തെ കൃഷിക്കാരെ എല്ലാം ചേർത്തുകൊണ്ട്, കൃഷി എല്ലാം കഴിഞ്ഞതിന് ശേഷം നടവുകാർ, അത് സാധാരണ കൃഷിക്കാരെല്ലാം ചേർത്തുകൊണ്ട് നമ്മളൊരു വയൽ സദ്യ സംഘടിപ്പിച്ചു. പിന്നെ ഓണത്തിന് നമ്മൾ അത്തപ്പൂക്കളം, ഇവിടെ ഒരു ഏറുമാടം ഉണ്ട്. ആ ഏറുമാടത്തിൻ്റെ അവിടെ ആയിട്ട് ഞങ്ങൾ അത്തപ്പൂക്കളം അതുപോലെയുള്ള കാര്യങ്ങളെല്ലാം സംഘടിപ്പിച്ചു. ഓണാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. ഏറുമാടം നമ്മുടെ സൗഹൃദ സംഘത്തിൻ്റെ തന്നെ ഒരു ആശയമായിരുന്നു. ആ ഏറുമാടം കെട്ടി. അപ്പോൾ അത് നമ്മൾ യഥാർത്ഥത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഇവിടെ ഈ പാടത്തിനൊരു കാവൽ എന്നുള്ള ലെവലിലാണ് നമ്മൾ ആദ്യം തുടങ്ങിയെങ്കിലും അത് ജനങ്ങളങ്ങ് ഏറ്റെടുത്തു. ഇപ്പോൾ ആ ഏറുമാടത്തിൽ കയറി വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു പ്രദേശം മൊത്തം വളരെ നമുക്ക് നല്ല രീതിയിൽ കാണാൻ പറ്റും. വൈകാരികമായിട്ടുള്ള അതുപോലെ നല്ല വൈകുന്നേരങ്ങളിൽ ഇഷ്ടംപോലെ ആൾക്കാർ വരുന്നുണ്ട് ഇവിടെ കാറ്റ് കൊള്ളാനും. ഇത്രയും വിശാലമായ പാടമായതുകൊണ്ട്. പിന്നെ കൃഷി നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു 14 സെന്റാണ് ഒരു പറ എന്ന് പറയുന്നത്. ഒരു പറ നെല്ല് ഒരു പറ കണ്ടത്തിൽ നമ്മൾ കൃഷി ചെയ്ത് കഴിഞ്ഞാൽ 30 പറ മുതൽ 40 പറ വരെ നമുക്ക് വിളവ് ലഭിക്കും. പിന്നെ കൃഷി ചെയ്യാൻ ഒരുപാട് ആൾക്കാരുണ്ട്. ഇത് കൃഷി ചെയ്യുന്നത് നമ്മളിപ്പോൾ ഏകദേശം എല്ലാം മിക്കവാറും യന്ത്രവൽകൃത പരിപാടിയാണ്. നടുന്നതിന് വേണ്ടി ഇവിടെ തൊഴിലാളികളുണ്ട്. അവര് വന്ന് നടും. കള പറിക്കുന്നതിനും നമ്മൾ തൊഴിലാളികൾ വെച്ച് കള പറിക്കും. പിന്നെ കൊയ്ത്ത് യന്ത്രം വെച്ചാണ്
നമ്മൾ കൊയ്യുന്നത്. അതുപോലെ തന്നെ ആ കൊയ്തതിന് ശേഷം വന്ന് വൈക്കോല് കെട്ടുന്നതിനുള്ള ഒരു യന്ത്രമുണ്ട്. അത് വന്ന് വൈക്കോല് കെട്ടും. ശരിക്കും ഇന്നത്തെ കൃഷിയൊക്കെ പണ്ട് അന്യം നിന്ന് പോയ കാര്യമാണ്. അപ്പോൾ ഇത് വളരെ മനോഹരമായിട്ട് ഈ കൃഷിയൊക്കെ ഒരുക്കിയിരിക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും അത് വേറിട്ട കാര്യം തന്നെയാണ് അല്ലേ? അതെ, അപ്പൊ അതിൽ ഒരുപാട് പേര് അധ്വാനം അതിന് പിന്നിലുണ്ട്. ഉണ്ട് 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 ഉണ്ട്. വലിയൊരു കാര്യം തന്നെയാണ്. അപ്പൊ ഇതിന്റെ പരിപാലനമൊക്കെ പരിപാലനം എന്ന് പറയുന്നത് ഇത് ഈ പറയുന്ന പരിപാലനം എന്ന് പറയുന്നത് ഈ പാടശേഖര സമിതിയും ഈ സൗഹൃദ സംഘവും എല്ലാവരും ഇതിനകത്ത് പരിപാലിക്കുന്നുണ്ട്. പിന്നെ ഇതിന്റെ ഈ പാടം എന്ന് പറയുന്നത് പലരുടെയും വകയാണ്. അത് സ്കൂളുകാർ കൃഷി ചെയ്യുന്നുണ്ട്. ഇപ്പൊ തിരുവനന്തപുരത്ത് തന്നെ തൈക്കാട് മോഡൽ സ്കൂൾ ഇവിടെ കൃഷി ചെയ്തിട്ടുണ്ട്. അവനഞ്ചേരി സ്കൂൾ ഇവിടെ കൃഷി ചെയ്തിട്ടുണ്ട്. തോന്നിക്കൽ സ്കൂൾ കൃഷി ചെയ്തിട്ടുണ്ട്. എടക്കോട് LPS കൃഷി ചെയ്തിട്ടുണ്ട്. അങ്ങനെ വിവിധ സ്കൂളുകൾ വിവിധ സ്കൂളുകളും പള്ളികൾ ഇവിടെ കൃഷി ചെയ്തിട്ടുണ്ട്. അങ്ങനെ വിവിധ സ്കൂളുകളും സാംസ്കാരികമായിട്ടുള്ള ആൾക്കാരും പലരുമായിട്ട് ഇവിടെ കൃഷി ചെയ്തിട്ടുണ്ട്. പിന്നെ നിലമില്ലാത്തവർക്ക് പാട്ടം എന്ന് പറയുന്നത് യഥാർത്ഥത്തിലുള്ള ഭൂ ഉടമയിൽ നിന്ന് വാങ്ങുകയല്ല, അവരെ പാട്ടത്തിനെടുത്ത് കൃഷി ചെയ്യുന്നുണ്ട്. എന്തായാലും നമുക്കിപ്പോ ഒരു 2K കിട്ടി ചേരുന്നുണ്ട്. അതായത് ഈ പാടശേഖരം എന്തൊക്കെയാണെന്ന് അവർക്കും അറിയണമല്ലോ. അപ്പോൾ ഈ പാടശേഖരമൊക്കെ നിങ്ങൾക്ക് ഒരു പുതിയ കാഴ്ചയല്ലേ? അതെ, പുതിയൊരു കാഴ്ച തന്നെയാണ്. എന്തായാലും എന്റെ വീട് ഇവിടെ തന്നെയാണ്. ഒരുപാട് പേര് ഈ ഒരു സ്ഥലത്തെ പറ്റി അറിഞ്ഞ് വരുന്നുണ്ട്. വളരെ സന്തോഷം. അപ്പോൾ ഈ പണ്ടത്തെ ആ നെൽപ്പാടം അതുപോലെ തന്നെ നെല്ല് കൃഷി എങ്ങനെയാണ് അതൊക്കെ അറിയാൻ പറ്റുന്നുണ്ട് അല്ലേ? അറിയാൻ പറ്റുന്നുണ്ട്. പിന്നെ ഇതിലൊരു ഭാഗം തന്നെ എൻ്റെ ഒരു കൂട്ടുകാരിയുടെ അച്ഛനും ഇവിടെ കൃഷി ഇറക്കുന്നുണ്ട്. അപ്പോ ഇതിനെപ്പറ്റിയൊക്കെ അറിയാനും പിന്നെ പുതിയ കുട്ടികൾക്കും, ഞാൻ ഉൾപ്പെടെ പുതിയ കുട്ടികൾക്കും ഇതിനെ പറ്റിയൊക്കെ അറിയുന്നുണ്ടല്ലോ. വയലിന്റെ ഒരു ഭംഗി കാണാനും ഈ ഒരു പച്ചപ്പ് കാണാനും ഒക്കെ വരുന്നതിൽ വളരെ സന്തോഷം. ഈ പാഠപുസ്തകത്തിലൊക്കെ നെല്ലിനെ പറ്റി അല്ലെങ്കിൽ നെൽപ്പാടത്തെ പറ്റി പഠിച്ചിട്ടുണ്ട്. അതിപ്പോ നേരിട്ട് കാണുകയാണ്. അതൊരു അനുഭവമാണ്. അതെ, ഒരു നല്ലൊരു അനുഭവമാണ്. ഇവിടെയാണ് ഞാൻ ജനിച്ചു വളർന്നത്. ആദ്യമൊന്നും ഇത്രയും ഡെവലപ്ഡ് അല്ല എങ്കിലും ഇവിടെ പണ്ട് തൊട്ടേ കൃഷി ചെയ്യുന്ന ഒരു സ്ഥലം തന്നെയാണ്. ഇപ്പോഴാണ് കുറച്ചുകൂടി ഒന്ന് വെൽ ഡെവലപ്ഡ് ആയിട്ടൊരു ഏറുമാടവും പിന്നെ അതുപോലെ ജമന്തി തോട്ടം എല്ലാം വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഫോട്ടോഷൂട്ട് അതാണല്ലോ ഇപ്പൊ പ്രധാനം. നമ്മളെ ഇൻസ്റ്റയിലൊക്കെ ഈ ഒരു സ്ഥലം നിറഞ്ഞു നിൽക്കുകയാണ്. അപ്പോൾ പുതുതലമുറയ്ക്ക് അങ്ങനെയും അവർ ഇവിടേക്ക് എത്തുന്നുണ്ട്. അതെ, എത്തുന്നുണ്ട്. ഇപ്പൊ ഈ ഒരു ഓണക്കാലത്ത് അവർക്ക് നൽകാവുന്ന ഒരു പുതിയ തലമുറയ്ക്ക് നൽകാവുന്ന ഒരു സമ്മാനം കൂടിയാണ് ഒരു നല്ലൊരു സ്ഥലമാണെന്ന് വെച്ചാൽ എന്താ ഇപ്പോ ഓണം എന്ന് തന്നെ പറയുമ്പോ കൃഷിയുടെ ഒരു പ്രതീകമാണല്ലോ. അപ്പോൾ അതിന് പറ്റിയൊരു നല്ലൊരു സ്ഥലം തന്നെയാണ്. ഫോട്ടോഷൂട്ട് എടുക്കാനും ഒക്കെ 2K എന്നായാലും പഴയ ആൾക്കാരായാലും ഒക്കെ ഇവിടെ എത്തുന്നതിൽ വളരെ സന്തോഷം തന്നെയാണ്. അപ്പൊ ഞങ്ങളുടെ പ്രേക്ഷകരോട് ഒരു ഓണാശംസ. എല്ലാവർക്കും ഹാപ്പി ഓണം. എന്തായാലും നിങ്ങളുടെ കുട്ടികൾക്കും ഇതുപോലുള്ള കാഴ്ചകളെ കാണാനും നേരിട്ട് കാണാനും അതൊക്കെ അനുഭവിക്കാനും ഒക്കെയുള്ള ഭാഗ്യം ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.